എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം നേരുന്നു. ഒരു കൊച്ചു കഥ കേൾക്കാം. മുത്തശ്ശിക്കൊരു പൂമാല. പിച്ചു വെച്ച് നടക്കുന്ന കാലം തൊട്ട് അമ്മ ചൂണ്ടിക്കാണിച്ചു തന്നിരുന്ന ചിത്രം മനസ്സിൽ എന്നും കെടാദീപമായി തെളിയുന്നു. മുത്തശ്ശി, ഇത് നിന്റെ മുത്തശ്ശി. ഉണ്ണുമ്പോഴും ഉറങ്ങാൻ നേരത്തും അമ്മ പറഞ്ഞു തന്നിരുന്ന കഥകളും പാട്ടുകളും എല്ലാം മുത്തശ്ശി പഠിപ്പിച്ചത് മാത്രം. അക്ഷരങ്ങൾ നാവിൽ തെളിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചതും അതാത്രേ, എന്റെ മുത്തശ്ശി എവിടെയാ, ഒന്ന് കാട്ടിത്തരുമോ? മുത്തശ്ശി ഈശ്വരന്റെ അടുത്ത് പോയിരിക്കുക എന്ന് അമ്മ പറഞ്ഞത് മനസ്സിലായില്ല എങ്കിലും ഞാൻ തലയാട്ടി. ഒരു ദിവസം അച്ഛൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, സ്ഥലം മാറ്റമാണ്, 2 ആഴ്ചയെ സമയമുള്ളൂ, ഉടൻ തന്നെ പോകേണ്ടി വരും. അമ്മ എല്ലാം വാരിക്കൂട്ടി ഏതൊക്കെയോ ചെപ്പുകളിലും തുണികളിലും ഒതുക്കി. അങ്ങനെ എല്ലാ സാധനങ്ങളുമായി അച്ഛൻ വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഒരു വലിയ പറമ്പിൽ 2 വീടുകൾ മാത്രം. കുഞ്ഞു വീടിന്റെ വാതിൽ മെല്ലെ തുറന്ന് അച്ഛൻ പറഞ്ഞു, ഇനി ഇതാട്ടോ മോളെ നമ്മുടെ വീട്. എനിക്കാകെ കരച്ചിൽ വന്നു. മുട്ടി മുട്ടി വീടുകളും ആകാശം മുട്ടെ ഫ്ലാറ്റുകളും വഴിനീളെ വെളിച്ചവും കണ്ടു വളർന്ന ഞാൻ ആകെ പേടിച്ചു പോയി. ഈ വീട്ടിൽ എങ്ങനെയാ അച്ഛാ, ആരും കളിക്കാൻ പോലും ഇല്ലാതെ? അച്ഛൻ എന്നെ മടിയിലിരുത്തി മെല്ലെ പറഞ്ഞു, 1-2 ദിനം കൊണ്ട് ഒക്കെ ശരിയാവും മോളെ. പിന്നെ ആ വലിയ വീട്ടിൽ മോൾക്ക് കൂട്ടിനായി ഒരു മുത്തശ്ശിയുണ്ട്. ആണോ? ആകാംക്ഷയോടെ ഞാൻ അച്ഛനെ നോക്കി. മോൾ ഉറങ്ങിക്കോ, നാളെ രാവിലെ നമുക്ക് മുത്തശ്ശിയെ കാണാൻ പോകാം കേട്ടോ. പതിവായിട്ട് അച്ഛൻ നൽകുന്ന ഉമ്മയും വാങ്ങി ഞാൻ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നേരത്തെ ഞാൻ ഉണർന്നു. അമ്മ എന്നെ കുളിപ്പിച്ച് നല്ല ഉടുപ്പിടിയിച്ചു. ആഹാരത്തിന് മടി കാണിക്കുന്ന ഞാൻ അന്ന് തനിയെ വാരി കഴിച്ചു. അപ്പോഴേക്കും അച്ഛനും അമ്മയും റെഡിയായി വന്നു. അങ്ങനെ മുത്തശ്ശിയെ കാണാൻ ഞങ്ങൾ പോയി. മുത്തശ്ശിയുടെ വീടിന് പുറത്ത് തൂങ്ങിക്കിടക്കുന്ന മണിയാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. അച്ഛൻ എന്നെ ഉയർത്തി. ഞാൻ ആ മണി ആഞ്ഞടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ വാതിൽ മെല്ലെ തുറന്നു. മുണ്ടും വേഷ്ടിയും ഇട്ട് നെറ്റിയിൽ ചന്ദനക്കുറിയുമൊക്കെ തൊട്ട് ചിരിക്കുന്ന മുഖവുമായി അതാ മുത്തശ്ശി. ഞാൻ അമ്പരന്ന് പോയി. ഫോട്ടോയിൽ കണ്ട അതേ വേഷം, അതേ ചിരി, പക്ഷെ കണ്ണടയുണ്ട് ഈ മുത്തശ്ശിക്ക്. മുത്തശ്ശി ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ അച്ഛന്റെ കൈകളിൽ നിന്ന് ചാടി നിലത്തിറങ്ങി. അയ്യോ, എത്ര വലിയ വീടാണെന്നോ! കയറി ചെന്നപ്പോ തന്നെ വലിയൊരു ചിത്രം കണ്ടു. അതിൽ മുല്ലപ്പൂമാല ചാർത്തിയിരിക്കുന്നു. പൂജാമുറിയിൽ വലിയൊരു കൃഷ്ണ വിഗ്രഹം, അതിലും മാല ചാർത്തിയിട്ടുണ്ട്. അമ്മ നോക്കുന്നത് കണ്ടിട്ടാവാം മുത്തശ്ശി പറഞ്ഞു, എന്റെ കുഞ്ഞുനാളിലുള്ള ശീലമാണ് ഈ കൃഷ്ണ വിഗ്രഹത്തിലെ പൂമാല. മുത്തശ്ശൻ പോയതോടെ 2 മാലകളായി എന്ന് മാത്രം. രാവിലെ പത്രവിതരണക്കാരനാണ് മാല കൊണ്ടുവരിക. അയാൾക്ക് പൂക്കട ഉണ്ടത്രേ ജംഗ്ഷനില്. ഇറങ്ങാൻ നേരം മുത്തശ്ശി എന്നോട് പറഞ്ഞു, മോളൂട്ടി, സമയം കിട്ടുമ്പോഴൊക്കെ വരണട്ടോ, ഇവിടെ മുത്തശ്ശി തനിച്ചാ. പിറ്റേന്ന് മുതൽ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നിൽക്കും. അച്ഛൻ ഓഫീസിൽ പോകുന്ന വഴി എന്നെ മുത്തശ്ശിയുടെ അടുത്താക്കും. മുത്തശ്ശി നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി തരും, ചോറ് വാരിത്തരും, കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും. അങ്ങനെ മുത്തശ്ശി ഇല്ലാതെ പറ്റില്ല എന്നായി എനിക്ക്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഞാൻ പോകുവാൻ ഒരുങ്ങുമ്പോൾ അവിടെ മുറ്റത്ത് നിറയെ പെട്ടികളൊക്കെ ആയി ഒരു കാറ് വന്ന് നിൽക്കുന്നു. അച്ഛൻ അമ്മയോടായി പറയുന്നത് കേട്ടു, മുത്തശ്ശിയുടെ മോനും മരുമകളുമൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നെന്ന് തോന്നുന്നു, ഇന്ന് ഇവളെ അങ്ങോട്ട് വിടണ്ട. എനിക്കാകെ സങ്കടമായി. ജനലിലൂടെ ഞാൻ നോക്കി നിന്നു. മുത്തശ്ശിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഇല്ല, മുത്തശ്ശിയെ കണ്ടില്ല. 1-2 ദിനങ്ങൾ കടന്നുപോയി. അവിടെ ആകെ ഒച്ചയും ബഹളവും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നവരൊക്കെ കാറിൽ എങ്ങോട്ടോ പോയി. ഞാൻ ഇറങ്ങി ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക്. ആകെ കരഞ്ഞു കലങ്ങിയ മുഖവുമായി മുത്തശ്ശി എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു,
അവര് വീട് വിറ്റു മോളെ. മുത്തശ്ശി പോവാ ഇവിടുന്ന്. എങ്ങോട്ട് എന്ന എന്റെ ചോദ്യത്തിന് കരഞ്ഞുകൊണ്ടാണ് മുത്തശ്ശി മറുപടി പറഞ്ഞത്. വയസ്സായവരൊക്കെ താമസിക്കുന്ന ഒരു വീടില്ലേ, ആ വീട്ടിലേക്ക്. എനിക്കൊന്നും മനസ്സിലായില്ല. ജോലിക്കാരെയും പത്രക്കാരനെയും ഒക്കെ അവർ പറഞ്ഞു വിട്ടു. ഒരു മുല്ലമാല വാങ്ങാൻ പോലും ആളില്ലാതായി. മുത്തശ്ശി വീണ്ടും തേങ്ങി. മുത്തശ്ശി വിഷമിക്കേണ്ട, ഞാൻ കൊണ്ടുവരാം മുല്ലമാല. അമ്മയോട് പറയാനായി ഞാൻ വീട്ടിലേക്ക് ഓടി. അമ്മ പറഞ്ഞു, മോളെ, പടിഞ്ഞാറേ മൂലയിൽ നിൽക്കുന്ന മുല്ലച്ചെടികൾക്ക് നീ നിത്യവും വെള്ളം ഒഴിക്കണം. വളം അച്ഛൻ കൊണ്ടുവരും. നിത്യേന വെള്ളമൊഴിച്ചാൽ ഇപ്പോൾ ഉണ്ടാകുന്നതിന്റെ ഇരട്ടി പൂക്കൾ ഉണ്ടാകും. അതിരുത്ത് നമുക്ക് മുത്തശ്ശിക്ക് മാല കെട്ടിക്കൊടുക്കാം. നിറയെ പൂക്കൾ വരും വരെ അച്ഛൻ മാല കൊണ്ടുവരും. നിത്യേന പൂമാല വാങ്ങാൻ അച്ഛന്റെ കയ്യിൽ പണം ഉണ്ടാവില്ലല്ലോ മോളെ. 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുല്ലച്ചെടിയിൽ നിറയെ മൊട്ടുകൾ വന്നു. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. ഞാൻ കൊടുക്കും എന്റെ മുത്തശ്ശിക്ക് വലിയൊരു പൂമാല. വൈകുന്നേരം അമ്മ അതെല്ലാം പൊട്ടിച്ച് മാല കോർത്തു തന്നു. നാളെ രാവിലെ നേരത്തെ നീ കൊണ്ടു കൊടുക്കണം കേട്ടോ. വേണം. മുത്തശ്ശി സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കല്ലേ അമ്മേ. പിന്നെന്താ, കവിളിൽ ഉമ്മയും തരും. മോൾ ഉറങ്ങിക്കോ. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച ഉടനെ മാലയുമായി ഞാൻ ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക്. ഉറക്കെ വിളിച്ചിട്ടും വാതിലിൽ മുട്ടിയിട്ടും ആരും വന്നില്ല. അമ്മേ, ഞാൻ ഉറക്കെ വിളിച്ചു. അമ്മയും അച്ഛനും ഓടി വന്നു. അച്ഛൻ ജനൽ വഴി നോക്കിയപ്പോൾ മുത്തശ്ശി കട്ടിലിൽ നിശ്ചലയായി കിടക്കുന്നു. മുത്തശ്ശിയുടെ ബന്ധുക്കളും പരിചയക്കാരും എത്തി വാതിൽ തള്ളി തുറന്നു. മുത്തശ്ശി പോയി മോളെ. അമ്മ എന്നെ ചേർത്ത് പിടിച്ചു വാവിട്ട് കരഞ്ഞു. ആരോ എന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മുത്തശ്ശിക്ക് ചാർത്താൻ. മുല്ലമാലയുമായി മുത്തശ്ശി പോയത് എങ്ങോട്ട് എന്നെനിക്ക് മനസ്സിലായില്ല. അന്നും ഞാൻ വെള്ളമൊഴിച്ചു, മുല്ലമൊട്ടെടുത്തു. അമ്മ മാല കോർത്തു തന്നു. നാളെ മുതൽ നമുക്ക് മുത്തശ്ശിയുടെ ഫോട്ടോകൾ ചാർത്തണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന്നും ഞാൻ തുടരുന്നു. എന്റെ കുഞ്ഞിന് ചോറുരുട്ടി നൽകുമ്പോൾ അവളുടെ മുത്തശ്ശിയെ കാട്ടി മുത്തശ്ശിക്കഥകൾ പറഞ്ഞുകൊണ്ട്. നന്ദി, നമസ്കാരം.